Hello everyone. ഇന്ന് നമ്മൾ ഫസ്റ്റ് സെമ്മിലെ ലോപിറ്റാൽസ് റൂളിലെ സമ്മറൈസ്ഡ് ഫോമാണ് നോക്കാൻ പോകുന്നത്. To find the limit x tends to x naught f of x by g of x, where limit x tends to x naught f of x and limit x tends to x naught g of x are both 0 or both infinite, differentiate the numerator and denominator and take the limit of the new fraction. Okay, repeat the process as many times as necessary, checking each time that L'Hopital's rule applies. That is, if limit x tends to x naught f of x equal to if limit x tends to x naught g of x equal to 0 അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന ഈ എഫ് ഡാഷ് ഓഫ് എക്സിന് എക്സ് നോട്ടും ജി ഡാഷ് ഓഫ് എക്സിന് എക്സ് നോട്ടും കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് വരും അല്ലേ? അത് വീണ്ടും 0/0 ഫോം ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും L'Hopital's റൂൾ അപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ ഇത് കിട്ടുന്നത് എന്താണ്? എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. എന്താണെങ്കിൽ ഈ ലിമിറ്റ് ഇവിടെയും 0 വരെ ഇവിടെയും 0 വരെ വീണ്ടും 0/0 ഫോം വരുവാണെങ്കിൽ എന്താണ് കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കണ്ടു. അവിടെ എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് 0 ആണെങ്കിൽ, അതായത് ഇതും 0 ആണ് ഇതും 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെ അതെന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടുന്നത് വരെ, അല്ല ഇൻഫിനിറ്റിയോ ഒരു ഫൈനൈറ്റ് നമ്പറോ കിട്ടുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, അതാണ് L'Hopital's റൂളിൻ്റെ സമറൈസ്ഡ് ഫോം വരുന്നത്. ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ റീപ്ലേസ് ചെയ്യും? പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആവാം, അല്ലെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ആവാം, എക്സ് നോട്ട് മൈനസ് ആവാം അല്ലേ? അതായത് എക്സ് നോട്ടിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, എക്സ് നോട്ടിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക, ആ രീതിയിലൊക്കെ വരാം. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം നോക്കാം. Find limit x tends to infinity ln x by x raised to p where p greater than 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ വരിക? ln ഇൻഫിനിറ്റി വരും അല്ലേ? ln ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി റേസ് ടു പി എന്നാണ് വരിക. ln ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്, ഇൻഫിനിറ്റി റേസ് ടു പി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ്ലി അല്ലേ? അപ്പോൾ എന്ത് വരും? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ln x ബൈ എക്സ് റേസ് ടു പി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ln എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ ln എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x വരും. എക്സ് റേസ് ടു പിൻ്റെ ഡെറിവേറ്റീവ് പി എക്സ് റേസ് ടു പി മൈനസ് 1 അല്ലേ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. അതേപോലെ എക്സ് റേസ് ടു പിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? പി ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 വരും. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സോ ഇവിടെ 1/x ഇൻറ്റു പി എക്സ് റേസ് ടു പി മൈനസ് 1 വരും അല്ലേ? ദാറ്റ് ഈസ് 1/p ഇൻറ്റു ഇവിടെ ഒരു എക്സ് റേസ് ടു പി മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു എക്സും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ് അല്ലേ? സോ അത് വെച്ചിട്ട് എക്സ് റേസ് ടു 1, ഇവിടെ ഒരു എക്സ് റേസ് ടു 1 ഉണ്ട്, ഇവിടെ എക്സ് റേസ് ടു പി മൈനസ് 1 ഉണ്ട്. അപ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു പി മൈനസ് 1 പ്ലസ് 1 വരും, എക്സ് റേസ് ടു പി വരും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി, അവിടെ എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും? 1/∞ വരും. 1/∞ ഈസ് 0. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ഇൻഫിനിറ്റി ഇൻറ്റു 0 ഫോമിൽ വരികയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളായിരുന്നു? എന്തായിരുന്നു ചെയ്യുക? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ? ആ പ്രോസസ്സ് നമുക്കങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. അതായത് ഒരു ഫൈനൈറ്റ് നമ്പറോ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ലാത്തൊരു ഫോമിലേക്ക് വരുന്നത് വരെ നമുക്ക് എന്താക്കാം? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫിനിറ്റി ഇൻറ്റു 0 ഫോമിൽ വരുന്ന ഫോം.
ഓക്കെ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യാനുണ്ടാവുക. അവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി ആയിരിക്കും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഫിനിറ്റി ഇൻറ്റു 0 ഫോമിലായിരിക്കും കിട്ടുക. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുക? അതിന് എന്ത് ചെയ്യണം? 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് ബൈ 1/എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? ഇതിൻ്റെ എഫക്റ്റിൽ എന്തുതന്നെയാണ് വരിക? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് തന്നെയാണ് വരിക. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്തായിരുന്നു? 0 ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയും ആണ്. അപ്പോൾ ഇതെന്താ വരിക? ലിമിറ്റ് കൊടുക്കുമ്പം 0/1/എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ 1/ഇൻഫിനിറ്റി വരും. 1/ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0 വരും. അപ്പോൾ 0/0 ഫോം വരും. ഓക്കെ, ഇനി അല്ലെങ്കിലോ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ബൈ 1/എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ജി ഓഫ് എക്സിൻ്റെ 0 ആണ്. അപ്പോൾ 1/ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1/0 ഇൻഫിനിറ്റി വരും. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഫിനിറ്റി ഇൻറ്റു 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇൻറ്റു 0 ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെ ഒന്നുകിൽ ജി ഓഫ് എക്സ് ബൈ 1/എഫ് ഓഫ് എക്സ് ഫോമിലാക്കും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ 1/ജി ഓഫ് എക്സ് ഫോമിലാക്കും. എന്നിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു ln x. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു ln x. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 0 ഇൻറ്റു ln 0 എന്ന് വരും അല്ലേ? 0 ഇൻറ്റു log 0 എന്ന് വരും. log 0 ഈസ് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഫോമിലാണ് വരുന്നത്, പ്രോഡക്റ്റ് ഫോമിലാണല്ലേ വരുന്നത്. 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഫോമിലാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റണം? ഒന്നുകിൽ 0/0 ഫോമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ എങ്ങനെ മാറ്റാൻ നോക്കാം. ഇവിടെ നമുക്ക് ഉള്ളത് എക്സ് ഇൻറ്റു ln x എന്നാണ് അല്ലേ? അപ്പോൾ എങ്ങനെ മാറ്റാം ഇതിനെ? ln x ഡിവൈഡഡ് ബൈ 1/x എന്ന് എഴുതാം. ഇതിൽ കൂടെ ln x ഡിവൈഡഡ് ബൈ 1/x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണത്? എക്സ് ഇൻറ്റു ln x തന്നെയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു ln xനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ln x ബൈ 1/x എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അതെന്ത് ഫോം? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ മാറ്റിയത് ln x ബൈ 1/x ഫോമിലാണ് അല്ലേ? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ln x ബൈ 1/x. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താ വരിക? ln xന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ln 0 വരും. ln 0 ബൈ 1/0 വരും. ln 0 മൈനസ് ഇൻഫിനിറ്റി ആണ്. 1/0 എന്ന് പറയുന്നതും ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എന്ത് വന്നു? നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നു. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമ്മൾ ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യും. ലോപിറ്റാൽസ് റൂൾ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ln x ബൈ 1/xൻ്റെ ലോപിറ്റാൽസ് റൂൾ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ln xൻ്റെ ഡെറിവേറ്റീവ് 1/x വരും. പിന്നെ 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² വരും. അപ്പോൾ എന്താ വരിക? 1/x ബൈ മൈനസ് 1/x² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 1/x ഇൻറ്റു മൈനസ് x² എന്ന് എഴുതാം. ഒരു എക്സും കട്ട് ചെയ്തു, ബാക്കി എന്താ ഉണ്ടാവുക? മൈനസ് എക്സ് വരും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് മൈനസ് എക്സ് വരും. അതെന്താണ്? എക്സിന് 0 കൊടുത്താൽ 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് കോട്ട് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റിന് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ആണ്. 0 കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ 0 കൊടുത്താൽ ദിസ് ഇസ് ഈക്വൾ ടു 0 ഇൻറ്റു കോട്ട് 0 എന്ന് വരും അല്ലേ? 0 ഇൻറ്റു കോട്ട് 0 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൾ ടു 0 ഇൻറ്റു കോട്ട് 0 എന്താണ്? ടാൻ 0 0 ആണ്. അപ്പോൾ കോട്ട് 0 എന്ന് പറയുമ്പോൾ 1/0 വരും, ഇൻഫിനിറ്റി വരും. സോ ഇത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണ്. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ മാറ്റണം? 0/0 ഫോമിലേക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ. അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ 1/ജി ഓഫ് എക്സ് ഫോമിൽ, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ബൈ 1/എഫ് ഓഫ് എക്സ് ഫോമിൽ മാറ്റണം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു 1/കോട്ട് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഡിവൈഡഡ് ബൈ 1/കോട്ട് എക്സ് എന്ന് എഴുതാം.
വിത്ത് എക്സ് ഇൻറ്റു കോട്ട് എക്സ് തന്നെ ആയിട്ട് മാറൂലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എന്താ വരിക, എക്സ് ഡിവൈഡഡ് ബൈ 1 കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണത്, tan x ആണ്. ഓക്കെ, സോ ഇനി എക്സിന് 0 കൊടുത്തൊക്കെ എന്താ വരിക, എക്സിന് 0 കൊടുത്താൽ 0 ബൈ tan 0 0 ആണ്. അപ്പോൾ 0/0 ഫോമായി. സോ എന്ത് ചെയ്യണം, LH റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്ലൈ LH റൂൾ. അപ്പോൾ LH റൂൾ അപ്ലൈ ചെയ്താൽ എന്താ വരിക, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec² x വരും അല്ലേ. ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കാം. സോ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരിക, 1/sec² 0. sec² 0 എന്ന് പറഞ്ഞാൽ cos² 0ൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. cos² 0 1 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ വരും. സോ 1/1 = 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് കോട്ട് എക്സിൻ്റെ വാല്യൂ എന്താണ് വരിക, 1 ആണ് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ.